അയ്യോ അറിഞ്ഞ വിശേഷം അടി ഒരിഞ്ഞടി സംസാരിച്ചതിൽ തന്നെ ഒരു ഇറക്റ്റീവ് ഡിസ്ഫങ്ഷനെ ഒരു അധിക്ഷേപ വാക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അല്ല, അത് പരമ്പരാഗത ഹെറ്ററോ നോർമറ്റീവ് ആയിട്ടുള്ള പുരുഷനെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്. ഇവരുടെ പുരുഷ അങ്ങനെ അതുകൊണ്ടാണല്ലോ ഈ രീതി പ്രതിനിധീകരിക്കുന്ന പുരുഷ ഈ സാധനത്തിനെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ നോർത്തപ്പം ഞാൻ ഞെട്ടി മാമ. നമ്മുടെ നാട്ടിൽ വനിതകൾക്കെതിരെയുള്ള ആക്രമണം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ പുരുഷന്മാർക്കെതിരെയുള്ള ആക്രമണം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. പുരുഷന്മാർക്ക് വനിതകൾക്ക് സംരക്ഷണമായി വന്ന പല നിയമങ്ങളും എതിരായി മാറുന്നു എന്ന് പറയുന്നവരുണ്ട്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. മാത്രവുമല്ല, വനിതാ സംരക്ഷണ നിയമങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പരാതി പറയുന്ന പുരുഷന്മാരുമുണ്ട്. അതുകൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ടോ? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ഈ സംവാദത്തിൽ നമ്മളത് ചർച്ച ചെയ്യും. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ 4.5 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഓരോ 11 മിനിറ്റിലുമാണ് സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ അപകടമാണ്, സംശയമില്ല. പക്ഷേ സ്ത്രീയുടെ 2 ഇരട്ടി ആത്മഹത്യകൾ പുരുഷന് വരുന്നുണ്ട്. ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്. പല കണക്കുകളുമുണ്ട്. BBC കോട്ട് ചെയ്യുന്നൊരു കണക്കുണ്ട്. 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ഒരു പ്രത്യേക വർഷത്തിൽ അവർ പഠനവിധേയമായി കോട്ട് ചെയ്യുന്നത് വ്യാജ റേപ്പ് കേസുകളാണെന്നാണ്. വേറെ ഒന്നുമില്ല ഞെട്ടാ, മാലയിട്ട് കാണണം. ഒരുപാട് പുരുഷന്മാർ വീണു പോവുകയാണ്. ആ വീണു പോകുന്ന പലരെയും നമ്മൾ അറിയുന്നില്ല. 1-2 സെലിബ്രിറ്റി കേസുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനടക്കം 10-16 ദിവസം ജയിലിൽ കിടന്നപ്പം വ്യാജ പരാതികളിൽ പെട്ട്, വീട്ടുകാർ കൊടുത്ത കള്ളപ്പരാതികളിൽ പെട്ട് കിടക്കുന്ന, വർഷങ്ങൾ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണം. അത് സ്ത്രീകൾക്കെതിരല്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളമാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഇപ്പൊ രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ ആപ്പിന്റെ MP ഇത് അവതരിപ്പിച്ചു. നമ്മളും കൊണ്ടുവരണം. ഇതൊരു പോസിറ്റീവ് ലെജിസ്ലേഷനാണ്. കാര്യം ആണുങ്ങൾക്കും സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും ഒരേപോലെ തന്നെ വേണം. സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, സ്ത്രീകൾക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. കാര്യം നൂറ്റാണ്ടുകളുടെ ഒരു ചലഞ്ച് അതിനകത്തുണ്ട്. പക്ഷെ അതോടൊപ്പം പുരുഷന്റെ വിഷയവും അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അപ്പൊ തുടങ്ങാല്ലേ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ജുഡീഷ്യൽ റിമാൻഡ് ഈസ് ഡിഫറന്റ് ഫ്രം കൺവിക്ഷൻ ഇൻ ജയിൽ. കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ശിക്ഷാ കാലയളവല്ല. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു. പക്ഷേ പ്രശ്നം ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാത്തതുകൊണ്ടാണ്. ഈ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആണെന്നൊക്കെ പറയുന്നത്. അങ്ങനെ കിടക്കുമ്പോഴേ സംവിധാനങ്ങളാണ് മാറ്റേണ്ടത്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്ങനെ സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്ത സ്ത്രീ എന്നാണെങ്കിൽ 14 ദിവസം ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. അങ്ങനെ വ്യാജ പരാതി കൊടുത്ത സ്ത്രീ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയി കിടക്കട്ടെ. ലിംഗ വ്യത്യാസമില്ലാതെ അവകാശ സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വേണ്ടത്. വനിതാ കമ്മീഷൻ വന്നതിന്റെ പിന്നിലെ ചരിത്രം നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ ഇവിടെ ഉണ്ടായി എന്നതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. മെയിൽ സെന്റേഡ് സൊസൈറ്റിയുടെ ഭവിഷ്യത്തിന്റെ ഫലമായി സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചതിന്റെ പേരിലാണ് വനിതാ കമ്മീഷൻ വന്നിട്ടുള്ളത്. ആരും വിയോജിക്കുന്നില്ല മാഡം. വെറുതെ മൂപ്പിക്കല്ലേ അമ്മണി ചേച്ചി. അതേപോലെ പുരുഷനെതിരെ വ്യാജ പരാതിയും പുരുഷന്റെ പ്രശ്നങ്ങളും പുരുഷനെതിരെ വ്യാജ പരാതി എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കൊണ്ടുവന്നപ്പോൾ സ്ത്രീകൾ ജെനുവിൻ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസിന്റെ തരത്തിലുണ്ടാവുന്ന തെളിവുകൾ നശിപ്പിക്കുന്നത് സുപ്രീം കോടതി വിളിച്ചത് ലീഗൽ ടെററിസം ആയത് താന്നു പോകുന്നതാണ്. സുപ്രീം കോടതി വിളിച്ചത് നിയമത്തിന്റെ പേര് നിയമ തീവ്രവാദം, ലീഗൽ ടെററിസം. സുപ്രീം കോടതി പറഞ്ഞത് ഇത് ലീഗൽ ടെററിസമായി മാറുന്നതാണ്. ഒരു കാര്യം, അതായത് ഇപ്പം ഇദ്ദേഹം പറഞ്ഞ ഈ ഗസ്റ്റ് ഓഫ് ദ ജഡ്ജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, കാര്യം ഇത് അറിയാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി പറയാണ് എന്തൊക്കെ സുഖസൗകര്യങ്ങൾ അവിടെ കിട്ടുക. 16 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത്. പ്രത്യേകിച്ച് സ്റ്റേഷൻ ജാമ്യം തരുന്ന കാര്യത്തിൽ ഈ ജയിലില് ഈ പണ്ടത്തെ പോലെ മറ്റേ എന്താ പറയണേ അരിയുണ്ടയോ സാധനങ്ങളും അങ്ങനെയൊന്നും അല്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടൊന്നുമില്ല, അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ 3 നേരം ചോറാ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും, അതേ മട്ടനും ചിക്കനും. പക്ഷെ ഈ ജയിലിൽ കിടക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ്. ആ സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാനം. ഈ എന്താ പറയണ ജയിലാണ്. വനിതാപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് ജയിലിൽ കിടക്കുന്നതിന് ഒരു കാൽപ്പനികതയില്ല. അങ്ങനെ ഏതെങ്കിലും സ്ത്രീക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഗസ്റ്റ് ഓഫ് ദി മജിസ്ട്രേറ്റ് ആയിട്ട് 14 ദിവസം ജയിലിൽ കിടന്നാൽ മതി. ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള ആരോപണം
ഒരു സ്ത്രീ ഉയർത്തിയ ആരോപണം എന്നുള്ളതിനെ കാണേണ്ടത് അതൊരു രാഷ്ട്രീയ വിവാദമായിരുന്നു. ആ സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു ഉപകരണമായി മാറുകയായിരുന്നോ അല്ലെങ്കിൽ അവർ തന്നെ ആയിരുന്നോ? അതിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഉമ്മൻചാണ്ടി ഇത്രയും കൊല്ലക്കാലം അനുഭവിച്ച വേദനയ്ക്ക് അത് രാഷ്ട്രീയ കാരണമായാലും അത് ഏതെങ്കിലും ഒരു വനിത ചെയ്ത അപകടമായെങ്കിലും അങ്ങേര് അനുഭവിച്ച വേദനയ്ക്ക് ആരാണ് മറുപടി പറയുക? അതിന് മറുപടി പറയേണ്ടത് നമ്മുടെ പ്രവർത്തകൻ. ഇതിൽ കൂടുതൽ അപമാനിക്കപ്പെടാനില്ല. ഇല്ല, ആ കുറ്റം ചെയ്യാന്നുള്ളതല്ല, ആ കുറ്റത്തിന്റെ 100 അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെങ്കിൽ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ ഞാൻ അർഹനല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിയമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് നിയമം വെറുതെ വിട്ടു. നിങ്ങൾ നിയമത്തിനെതിരെ യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യേ. ആദ്യം തന്നെ ചെയ്യേണ്ടത് പുരുഷന്റെ മുഖം കാണിക്കുന്നവനൊപ്പം സ്ത്രീയെ കാണിക്കേ. എത്ര പേർക്കാണ് നിരപരാധികളായ ഇപ്പൊ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാളെ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോ ഒരു ഫാഷനാണ്. ഇവര് രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ? അത് ശരിയാ പറഞ്ഞത്. ഇതുപോലെ തന്നെ പുരുഷന്മാരെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ പല കാര്യങ്ങളും പരക്കുന്നുണ്ട്. ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവന്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിൻ്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നൊരു ഫാഷൻ. ന്യായം എവിടെയുണ്ട്? അന്തസ്സുള്ള ഒരു സ്ത്രീകളും അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഉള്ള സ്ത്രീകൾക്ക് ഇവിടെ നിയമം കിട്ടുന്നില്ല എന്നാണ് ഞാൻ കാണുന്നത്. എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? പിന്നെന്താ പ്രശ്നം? കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും യൂത്ത് കമ്മീഷനും ഉൾപ്പെടെയുള്ള കമ്മീഷനുകൾക്കൊക്കെ വെറും ആലങ്കാരിക പദവി എന്നതിനപ്പുറം തീർച്ചയായും അതിന് അധികാരം നൽകേണ്ടത്. അതിന് അധികാരം നൽകേണ്ടത്. ഞാനൊരു സത്യമല്ലേ പറഞ്ഞുള്ളൂ. സത്യം ഇങ്ങനെ പറയാനല്ല സർക്കാർ നമുക്ക് ശമ്പളം തരുന്നത്, ജനങ്ങളെ സേവിക്കാനാ. അവരുടെ തലേ കയറുന്ന ഭരതനാട്യം പാടില്ല. സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. മാം പറഞ്ഞ പോലെ തന്നെ ഫെമിനിസം എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്നത് ഇക്വാലിറ്റീനെ ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ നോട്ട്? എന്തുകൊണ്ട് പറ്റുന്നില്ല ഒരു പുരുഷ സംഘടന അല്ലെങ്കിൽ ഒരു പുരുഷ കമ്മീഷനെ അതിന് ഒരു ഇത് കൊടുക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഞാനിതൊന്ന് പറയട്ടെ. ഒരു പുരുഷ കമ്മീഷൻ വരുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പുരുഷന്റെ പുറകിലുള്ളത് ഭാര്യ, അമ്മ, ഇവരൊക്കെ സ്ത്രീകളാണ്. പുരുഷാവകാശ കമ്മീഷന് വേണ്ടി വാദിക്കുന്നവർ അറിയാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ്. ഇവിടെ വിവാഹം എന്ന് പറയുന്ന നമ്മളുടെ ഇന്ത്യൻ സംസ്കാരത്തില് വിവാഹം കഴിച്ച് ഒരു പെണ്ണ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് എവിടേക്കാ? പുരുഷന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പുരുഷന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഏതല്ലേ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. വേശ്യാലയങ്ങൾ ഇവിടെ വന്നു. എന്നാൽ രാഹുൽ ഈശ്വരൻ എന്തുകൊണ്ട് വേശ്യാലയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നില്ല? പെണ്ണായി പോയി ഇല്ല, ചുമരന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ നിന്നെ. സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി വേശ്യാലയങ്ങൾ ഉണ്ട്. കാരണം പുരുഷന്റെ രതിസുഖം എക്സ്ട്രാ കണ്ടെത്താൻ വേണ്ടിയല്ലേ വേശ്യാലയങ്ങൾ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. പാലസ്തീൻ യുദ്ധത്തിന് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് ഉക്രൈനിലെ വേദനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാ ഒരു ബന്ധവുമില്ലാതെ ഒരു ബന്ധവുമില്ലാത്ത കാര്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ശ്രീകണ്ഠൻ നായർ സാറിനോട് ഒരു ബന്ധവുമില്ലാത്ത പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പുരുഷ കമ്മീഷൻ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? പിന്നെ പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുന്നത്. ഈ രാഹുലും മറ്റുള്ളവരും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിന് ഏറെ സ്നേഹമുണ്ടായിരുന്ന മരണപ്പെട്ട ദീപകിന്റെ വീട്ടിൽ പോയി സഹായധനം കൈമാറി. ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ എന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയോ സ്കോപ്പോ ഇല്ലാത്ത അവസരത്തിൽ ഞാൻ പറയുന്നു, എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇല്ല എന്ന് താങ്കൾ എങ്ങനെയാ പറയുക? രാജ്യസഭയിൽ ബില്ല് വരുന്നു, അത് പാസ്സായ വാലിഡിറ്റി ആയില്ലേ? ഒരു മാറ്റമില്ലല്ലോ, ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റിയെ കുറിച്ച് പറഞ്ഞു. താങ്കൾ ഇരിക്കുന്ന എന്ത് വാലിഡിറ്റിയില്ല?
അല്ല, ഈ ഇരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് എന്ത് വാലിഡിറ്റി ആയിരിക്കുന്നത്? താങ്കൾ വാദിക്കുന്നത് എന്തിന്റെ ബേസിലാ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭയും ഉണ്ടാക്കിയ നിയമം വെച്ചാൽ താങ്കൾ ഈ വാദിക്കുന്നതല്ല. എന്നിട്ടാണ് താങ്കൾ ഇപ്പൊ നാളെ പുരുഷ കമ്മീഷൻ വന്നാൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി ഇല്ല എന്ന് പറയും. ബില്ല് അവതരിപ്പിച്ചതാണ്. നിയമസഭ ബില്ല് അവതരിപ്പിച്ചു, രാജ്യസഭ ബില്ല് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച ബില്ല് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി പറയാൻ താങ്കൾ അഡ്വക്കേറ്റ് തന്നെയാണോ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ദീപക് ഷിംജിതയുടെ ഒരു വീഡിയോ ചിത്രീകരിച്ചു. ഷിംജിത അതിൽ മനം തൊന്ന് ആത്മഹത്യ ചെയ്തു. അടുത്ത ദിവസം ദീപക് അങ്ങനെ വീഡിയോ ചിത്രീകരിച്ച് ഷിംജിത ആത്മഹത്യ ചെയ്താൽ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം എല്ലാ പാർട്ടിക്കാരും അവിടെ ക്യൂ നിൽക്കുമായിരുന്നു ഷിംജിതയുടെ വീട്ടിൽ കാണാൻ. ദീപകിന്റെ പേരിൽ വെറുതെ ഒരു ഫേസ്ബുക്ക് അനുശോചനമെങ്കിലും എഴുതിയോ? ഇല്ല. ഇത് ഇവരുടെ ഉള്ളിലും അറിയാം. പക്ഷേ പുരുഷ കമ്മീഷനെ എതിർത്താലേ ഞങ്ങൾക്ക് ഫെമിനിസ്റ്റ് പട്ടം കിട്ടൂ, പുരോഗമനം ലഭിക്കണം. ആദ്യം എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഞാനും ഒരു പൊതുപ്രവർത്തകയാണ്. ഞാൻ കഴിഞ്ഞ ടൈമിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച ആളാണ്. എന്നാൽ പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. വനിതാ കമ്മീഷൻ വനിതകളാണ് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ അനുഭവിക്കുന്നത്. പ്രിയങ്ക മേഡം ഒരു സ്ത്രീയല്ലേ? പിഞ്ചണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഓ, നിന്നൊക്കെ സഹിക്കണം നിങ്ങളുടെ കെട്ടിയോമാരെ മുക്കാലി കെട്ടിച്ചടിക്കണം. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.